संहार रुद्रवर्ण पांडव सहनाभवतुरणौ पुनन्तु सर्ववीर्यं करवावहै
gentlemen, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കണ്ടംപററി ഡാൻസ് പെർഫോമൻസ് ആണ് സമുദ്ര കാഴ്ചവെച്ചത്. ഇത്രയോടെ നല്ലോണം കൈയടിക്കാം. എന്താ എത്ര ആൾക്കാരില്ലേ? ഒന്ന് കേക്കട്ടെ. ആ ഗാലറിയിൽ ഇരിക്കുന്ന ആൾക്കാർ എന്താ കൈയടിക്കാം? Come on, yeah, make some noise, people. All right. നിങ്ങൾക്കറിയാം, ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 വിജയിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. 5 പേർ ഓൾറെഡി ഫസ്റ്റ് റൗണ്ടിൽ വന്ന പാട്ടുകൾ പാടിപ്പോയി. ഞങ്ങളുടെ ഏറ്റവും വലിയ അഭ്യർത്ഥന നിങ്ങൾ പ്രേക്ഷകരോടാണ്, SMS അയക്കൂ. അതിന്റെ കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കറന്റ് SMS അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? റൈറ്റ് നൗ ഓൺ ദ സ്ക്രീൻ ഹിയർ ഇറ്റ് ഈസ്. ശ്രീനാഥിന്റെ കറന്റ് SMS is 49,582. അഞ്ജുവിന്റെ കറന്റ് SMS is 22,215. ജോബി ഒരിത്തിരി മുന്നിലാണ്, 1,86,466. പ്രീതി വാര്യർ 18,790 and വിദ്യാശങ്കർ 14,087. ഞാൻ ഇപ്പോൾ ഈ SMS പറഞ്ഞു തരാൻ ഒരു വലിയ കാരണമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗായകർ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 ജയിക്കണമെന്നുണ്ടെങ്കിൽ SMS അയച്ചേ തീരൂ. അതുകൊണ്ട് ഇതുവരെ അയക്കാത്തവർ ഫോൺ എടുക്കൂ, SMS അയക്കൂ. നിങ്ങൾക്ക് ഇതിന്റെ വിജയി പ്രഖ്യാപിക്കുന്ന സമയത്ത് വലിയൊരു റോളാണ് ഇതിലുള്ളത്. യു ക്യാൻ സീ ഇറ്റ് ഫ്രം ദാറ്റ്. സോ റെഡി അല്ലേ? SMS അയക്കോളൂ. കീപ് സെൻഡിങ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു എന്റർടൈൻമെന്റ് പെർഫോമൻസ് ആണ് ഈ വേദിയിൽ എത്തുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ കുട്ടികളെ നിങ്ങൾക്കറിയാം, മൾട്ടി ടാലന്റഡ് ആണ്. അവർ വേദിയിൽ വന്ന് ഡാൻസ് ചെയ്തു. ഒത്തിരി പേര് കണ്ടസ്റ്റൻസ് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ നല്ല പെർഫോമൻസസ് വരും. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ പേടി സ്റ്റാർ സിംഗർ നടന്നിരിക്കുമ്പോൾ മറ്റാരെയല്ല, നമ്മുടെ ജഡ്ജസിനെയാണ്, അല്ലെ? ടെൻഷൻ, മാർക്സ്, കോമെന്റ്സ്, വാട്ട് നോട്ട്. അപ്പോ ഇങ്ങനത്തെ ഒരു ഓപ്പൺ വേദി കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ജഡ്ജസിനോട്ട് ഒരു ഉഗ്രം പാര വയ്ക്കും. വെൽ, ജഡ്ജസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് സ്കിറ്റ് ആണ് നമ്മളുടെ കണ്ടസ്റ്റൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ മനോഹരമായ സ്കിറ്റിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിന്റെയും ശ്രദ്ധ ഞാൻ വെൽക്കം ചെയ്യുന്നു. Are you ready for the skit? അസിസ്റ്റന്റ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സീൻ ഏതാ? ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലൈമാക്സ് സീനാണ്. അതെങ്ങനെ ശരിയാകും? എന്താ സാർ? സിനിമയുടെ ക്ലൈമാക്സ് ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ. എങ്കിൽ നമുക്ക് നായകന്റെ സീൻ എടുക്കാം. അതിന് നായകൻ അവിടെ? നമ്മുടെ സിനിമയിലെ നായകനല്ലേ സാറേ താ ചിരിച്ചോണ്ട് വരുന്നത്? ഇതാ നോക്ക്. നാട്ടുകളരി കച്ചമുറുക്കണ വാഴ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലമ്പരി വെട്ടി തോതിര കടകമുടിയും തടയും താളം. ഓ കടകൻ താളം. അല്ല സാറേ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സാർ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്നുമില്ല, എന്നെ നായകനാക്കി സിനിമ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ അവസ്ഥയോർത്ത് ചിരിച്ചതാ. സാർ, ഇന്ന് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് വളരെ സെന്റിമെന്റ്സ് ആയ ഒരു സീനാണ്. മനസ്സിലായി, എലിമിനേഷൻ റൗണ്ട് ആയിരിക്കും. അയ്യോ അതല്ല സാറേ, ഈ സിനിമയിൽ അങ്ങനെ ഒന്നും ഇല്ല. അതെ, സീൻ ഇതാണ്. സാറ് നടന്നു വരുമ്പോ സാറിന്റെ അടുത്ത ഒരു സുഹൃത്ത് മരിച്ചു കിടക്കുന്നു. അത് കണ്ടിട്ട് മനസ്സ് വിങ്ങിപ്പൊട്ടിയ ഒരു ഡയലോഗ്, എന്നാലും എന്നെ വിട്ട് നീ പോയല്ലോ എന്നിട്ട് പൊട്ടിക്കരയുന്നു. ഓക്കെയാണോ സാർ? ഓക്കെ. അപ്പൊ ഓക്കെ, ക്യാമറ റോളിംഗ്, ആക്ഷൻ. എന്നാലും നീ എന്നെ വിട്ട് പോയല്ലോ. കട്ട്. സാറേ, പൊട്ടിക്കരയാണ് വേണ്ടത്, പൊട്ടിച്ചിരിച്ചാ പോരാ. ഞാൻ പൊട്ടിക്കരഞ്ഞാലും പൊട്ടിച്ചിരിച്ചാലും ഈ ഒരു സൗണ്ടേ വരൂ. അതൊക്കെ പോട്ടെ, ഈ പടത്തിലെ എന്റെ നായിക ആരാ? അയ്യോ, സാറിന്റെ നായികയല്ലേ ആ കടന്നു വരുന്നത്, നമ്മുടെ പുഞ്ചിരി ഹരിദാസ്. Hi everybody. എല്ലാവർക്കും ഞങ്ങൾ ഒരുക്കുന്ന റിയാലിറ്റി ആർട്സ് ക്ലബ് എന്ന സിനിമയിലേക്ക് സ്വാഗതം. ഹായ്,